ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോവാണ്. PCECT 205 ലാസ്റ്റ് ഇയറിലെ പേപ്പറാണ്. അതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറന്റ് ത്രൂ 3 ohm യൂസിങ് മെഷ് അനാലിസിസ്. അവർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് മെഷ് അനാലിസിസ് വെച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈൻഡ് ദ കറന്റ് ത്രൂ 3 ohm യൂസിങ് മെഷ് അനാലിസിസ്. 3 ohm ഏതാണ്? ഇതാണ്. ഇവിടുത്തെ കറണ്ട് ആണ് അവർ കണ്ടുപിടിക്കാൻ പറയുന്നത്. ആൻഡ് ഇതില് I1 ഈ ഒരു ലൂപ്പ്, ഈ ഒരു ലൂപ്പിലുള്ള കറണ്ട് ആണ് I1, ഈ ഒരു ലൂപ്പിലുള്ള കറണ്ട് ആണ് I2, ഈ ഒരു ലൂപ്പിലുള്ള കറണ്ട് ആണ് I3 എന്ന് അവർ പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ദിസ് വിൽ ബി ആൻ ഇക്വേഷൻ ഓഫ് ത്രീ അൺനോൺസ് അല്ലെ. I1, I2, I3 നമുക്ക് അൺനോൺ ആണ്. സോ ദ കമ്പ്യൂട്ടേഷൻസ് വിൽ ബി കോംപ്ലക്സ്. പക്ഷെ നമുക്കിത് സിമ്പിൾ ആക്കാം. ഓക്കെ, സോ let me redraw the circuit. സർക്യൂട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 7 വോൾട്ട് വോൾട്ടേജ് സോഴ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഈ ഒരു ലൂപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആണ്. ഇവിടെ I2 ആണ്. ഇവിടെ ഒരു 7 ആംപിയർ കറണ്ട് സോഴ്സ് ഉണ്ട്. 7 ആംപിയർ കറണ്ട് സോഴ്സ് എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് കറണ്ട് ഡെലിവറി. ഈ 7 ആംപിയർ ഇവിടെ വന്നിട്ട് ഈ 2 ohm കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? 7 ആംപിയർ ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം I1 വരും. ഇവിടെ നിന്ന് I1 വരും. ഈ ലൂപ്പിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് I1 ആണ്, ക്വസ്റ്റ്യനിൽ തന്ന പോലെ. ഇവര് പറയുന്നു ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണെന്ന് അല്ലെ. അപ്പൊ നോക്കിയേ, ഈ ഒരു നോഡ് നോക്കിയേ, ഇതിലോട്ട് I1 വന്നു, I2 ഇങ്ങോട്ട് റൈറ്റിലോട്ട് പോയി. അപ്പൊ ഈ താഴത്തോട്ട് പോകുന്നത് എന്തായിരിക്കും? അക്കോർഡിംഗ് ടു കിർച്ചോഫ്സ് കറന്റ് ലോ, സം ഓഫ് ദ കറന്റ് എൻട്രിങ് ദ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു സം ഓഫ് കറന്റ് ലീവിംഗ് ദ ജംഗ്ഷൻ. I1 വന്നു, I2 റൈറ്റ് സൈഡിൽ കൂടെ പോയി. അപ്പൊ ബാക്കിയുള്ളത് ഇപ്പൊ 10 ആംപിയർ വന്നിട്ട് 7 ആംപിയർ റൈറ്റ് സൈഡിൽ പോയാൽ 3 ആംപിയർ അല്ലേ താഴെ പോകുന്നത്. സോ ഈ I1 ohm കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആയിരിക്കും I1 മൈനസ് I2. ആൻഡ് റെസിസ്റ്ററിലോട്ട് കറണ്ട് വരുന്ന ഡിറക്ഷന്റെ ഡ്രോപ്പ് ഇങ്ങനെയാണ്. കറണ്ട് ഏത് ഡിറക്ഷനിൽ എൻറ്റർ ചെയ്യുന്നോ റെസിസ്റ്ററിന്റെ പൊളാരിറ്റി, ഇതിന്റെ അക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പിന്റെ പൊളാരിറ്റി പ്ലസ് മൈനസ് ആണ്. ഓക്കെ, I1 മൈനസ് I2 ഇവിടെ വരെ എത്തി. ഓക്കെ, I1 മൈനസ് I2 ഇവിടെ വരെ എത്തി. ഇവിടെ വരെ എത്തിയപ്പോ താഴത്തോട്ട് 7 ആംപിയർ പോയി. ലിസൺ, I1 ഇവിടെ വന്നു, I2 ഇങ്ങോട്ട് പോയി, I1 മൈനസ് I2 ഇതിലോട്ട് വന്നു. റെസിസ്റ്ററിന്റെ ഡ്രോപ്പ് എങ്ങനെ? കറണ്ട് എൻറ്റർ ചെയ്യുന്ന അവിടെ പ്ലസ്, അല്ലാത്തവിടെ മൈനസ്. അങ്ങനെ I1 മൈനസ് I2 ഇങ്ങനെ താഴത്തോട്ട് വന്നു. ഇവിടെ ഒരു നോഡ് ഉണ്ട്. ഈ നോഡിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കറണ്ട് 7 ആംപിയർ ആണ്. അത് കറണ്ട് സോഴ്സിന്റെ കറണ്ട് ആണ്. അപ്പോ I1 മൈനസ് I2 ഇങ്ങോട്ട് വന്നു, 7 താഴെ പോയി. അപ്പൊ റൈറ്റ് സൈഡിൽ എത്ര പോവാ? ഫോർ എക്സാമ്പിൾ 10 ആംപിയർ വന്നു, 7 ആംപിയർ ഇവിടുന്ന് താഴെ പോയി. അപ്പൊ ബാക്കി ഒഴുകുന്നത് എത്രയാണ്? 10 മൈനസ് 7 അല്ലേ. അതുപോലെ I1 മൈനസ് I2 വന്നു, 7 പോയി. അപ്പൊ റൈറ്റ് സൈഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? I1 മൈനസ് I2 മൈനസ് 7. ഓക്കെ, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 മൈനസ് I2 മൈനസ് 7. ഓക്കെ, ഈ ഡിറക്ഷൻ എന്താ? റെസിസ്റ്ററിലോട്ട് കറണ്ട് വരുന്ന ഡയറക്ഷൻ പ്ലസ് മൈനസ്. ഇവിടുന്ന് I2 ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് I1 മൈനസ് I2 മൈനസ് 7 വന്നു. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടല്ലേ 1 ohm കൂടെ ഫ്ലോ ചെയ്യുക. I1 മൈനസ് I2 മൈനസ് 7 ഇവിടെ വന്നു, I2 ഇവിടെ വന്നു. ഇത് രണ്ടും കൂടി സം ചെയ്തിട്ടാണ് താഴത്തോട്ട് പോവുക. ബിക്കോസ് എഗെയിൻ ഒരു നോഡാണ്, സം ഓഫ് കറന്റ് എൻട്രിങ് ഇസ് ഈക്വൽ ടു സം ഓഫ് കറന്റ് ലീവിങ്. അപ്പോ ഇവിടെ 5 ആംപിയറും ഇവിടെ 3 ആംപിയറും ആണെങ്കിൽ രണ്ടും കൂടി 8 ആംപിയർ ആയിട്ട് പോകും. അതുപോലെ I1 മൈനസ് I2 മൈനസ് 7ഉം I2 കൂടി വരുമ്പോൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ I1 മൈനസ് I2 മൈനസ് 7 പ്ലസ് I2 മൈനസ് I2 പ്ലസ് I2 ക്യാൻസൽ ചെയ്തിട്ട് I1 മൈനസ് 7 ആണ് ഇത് കൂടെ ഒഴുകുന്നത്. ഓക്കെ, I1 മൈനസ് 7 ആണ് ഇതിലൂടെ ഒഴുകുന്നത്. അപ്പൊ പൊളാരിറ്റിയുടെ ഡയറക്ഷൻ എന്താണ്? പ്ലസ് മൈനസ്. ഇവിടെയും എങ്ങനെയാണ്? I2 ഇങ്ങോട്ട് വരികയല്ലേ, പ്ലസ് മൈനസ്. അങ്ങനെ I1 മൈനസ് 7 ഒഴുകി ഇവിടെ എത്തി.
ഇവിടെ 7 ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ I1 - 7 + 7 I1. ഇപ്പൊ എല്ലാം കറക്റ്റ് ആയില്ലേ? ഈ I1 തന്നെ ഇവിടത്തോട്ട് തിരിച്ചെത്തി. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് തിരിച്ചെത്തി. ഇപ്പൊ നോക്ക്, നമുക്ക് I3യുടെ ആവശ്യമുണ്ടോ? നമുക്ക് രണ്ട് അൺനോൺസ് I1 ഉം I2 ഉം രണ്ട് അൺനോൺസ് വെച്ച് നമ്മൾ ഹോൾ ഇക്വേഷൻ എഴുതി. I3യുടെ ആവശ്യമുണ്ടോ? ടിപ്പിക്കലി I3 എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. എത്രയാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്? I1 - 7 ആണ് I3. ക്വസ്റ്റ്യനിൽ I3 അവർ പറഞ്ഞതുകൊണ്ട് മാത്രം ഇങ്ങനെ നിങ്ങൾ എഴുതി വെക്കുക. I1 - 7 എഴുതി വെക്കുക. ഇപ്പൊ നമുക്ക് എന്താണുള്ളത്? ഇങ്ങനെ ഹോൾ സെറ്റപ്പ് കിട്ടി. ഇനി നമുക്ക് ഏതെങ്കിലും രണ്ട് ലൂപ്പിൽ നമുക്ക് എത്ര അൺനോൺസ് ആണുള്ളത്? രണ്ട് അൺനോൺസ്. I1 ഉം I2 ഉം രണ്ട് അൺനോൺസ് ആണ് ഉള്ളത്. നമുക്ക് കുറെ ലൂപ്സ് ഉണ്ട്. എത്ര ലൂപ്സ് ഉണ്ട്? ഇതൊരു ലൂപ്പ് ഉണ്ട്, ഈ ഒരു ലൂപ്പ് കണ്ട, ഇതൊരു ലൂപ്പ് ഉണ്ട്, ഇതൊരു ലൂപ്പ് ഉണ്ട്, രണ്ടാമത്തെ ലൂപ്പ്, ഇതൊരു ലൂപ്പ് ഉണ്ട്, മൂന്നാമത്തെ ലൂപ്പ്, ഒരു ഔട്ടർ ലൂപ്പും ഉണ്ട്, 4 ലൂപ്പും ഉണ്ട്. ഇതിൽ നോക്ക്, ഈ ഒരു 7 ആംപിയർ എന്ന് പറയുന്നത് കറണ്ട് സോഴ്സ് ആണ്. കറണ്ട് സോഴ്സിന് അക്രോസിൽ ഒരു വോൾട്ടേജ് ഉണ്ടാവും. കറണ്ട് സോഴ്സ് എന്ന് പറയുന്ന ഒരു സോഴ്സ് ആണ്. ആ സോഴ്സിന് അക്രോസിൽ ഒരു വോൾട്ടേജ് ഉണ്ടാവും. അത് അൺനോൺ ആണ്, നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ KVL ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കറണ്ട് സോഴ്സ് വന്നാൽ ഇതിന് അക്രോസിലെ വോൾട്ടേജ് അറിയാത്തത് കൊണ്ട് കുറെ അൺനോൺസ് ആവും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട് സോഴ്സ് വരാത്ത ലൂപ്സ് ഏതൊക്കെയാണ്? ഈ ഔട്ടർ ലൂപ്പ്. ഈ ഔട്ടർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ 7 വോൾട്ട്. എന്റെ കേഴ്സർ പോകുന്ന ഡയറക്ഷൻ നോക്കണം. ഇങ്ങനെ 7 വോൾട്ടിൽ എത്തി, ഇങ്ങനെ 2 ഓമിലോട്ട് എത്തി, 1 ഓമിലോട്ട് എത്തി, തിരിച്ചു പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഔട്ടർ ലൂപ്പ് ഉണ്ട്. 7 വോൾട്ട് ഉണ്ട്, 2 ഓം ഉണ്ട്, 1 ഓം ഉണ്ട്, തിരിച്ചു വരും. അതൊരു ലൂപ്പായിട്ട് എടുക്കുക. പിന്നെ ഇതാ കണ്ട, ഈ ഒരു ലൂപ്പും കൂടി എടുക്കുക. ഈ ഒരു ലൂപ്പും കൂടി എടുത്താൽ ഇതിൽ എന്ത് വരുന്നില്ല? കറണ്ട് സോഴ്സ് വരുന്നില്ല. സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ആ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്താൽ I1 ഉം കിട്ടും, I2 ഉം കിട്ടും. ആൻഡ് വാട്ട് ഇസ് ദ കറണ്ട് ത്രൂ 3 ഓം? ഈ ഡയറക്ഷനിലാണെങ്കിൽ, നമ്മൾ പറയുന്ന ഡയറക്ഷനിലാണെങ്കിൽ I1 - I2 - 7. ഇത് നമ്മൾ എടുത്ത പൊളാരിറ്റി ആണ്. നമുക്ക് അറിയില്ല I1 എന്താണ്, I2 എന്താണ്, I1 I2നേക്കാളും കൂടുതലാവുകയാണോ, ഈ ഡയറക്ഷൻ ആണോ, ഒന്നും നമുക്കറിയില്ല. നമ്മളിങ്ങനെ അസ്യൂം ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു കറണ്ട് ഡയറക്ഷൻ ആദ്യം അസ്യൂം ചെയ്യുക, അത് വെച്ച് സർക്യൂട്ട് സോൾവ് ചെയ്യുക. നമുക്ക് നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, കറണ്ട് മറ്റേ ഡയറക്ഷനിലാണ് ഒഴുകുന്നത്. അത് നമുക്ക് ലാസ്റ്റ് വാല്യൂസ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് ഔട്ടർ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്താലോ? അപ്പൊ എങ്ങനെയായിരിക്കും? മൈനസ് ടു പ്ലസ് കൂടുകയാണ്, 7 പ്ലസ് ടു മൈനസ് കുറയാണ്. കറണ്ട് എത്രയാ? I2. 7 മൈനസ് 2I2 ഇവിടെ കുറയല്ലേ, മൈനസ് I1 - 7 equal to 0. So first equation, KVL at outer loop. Minus to plus 7 minus 2I2 minus 1 into I1 - 7 equal to 0. 7 minus 2I2 minus I1 plus 7 is equal to 0. Okay. 7 plus 7, 14 is equal to I1 plus 2I2. ഇത് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എഴുതാം. അത്രയും സ്ലോ ആയിട്ടാണ് പറയുന്നത്. പെട്ടെന്ന് ക്ലിക്ക് ആവുന്നവർ 2x ഇട്ട് കണ്ടോ, സമയം വേസ്റ്റ് ആക്കണ്ട. ഇനി വരുന്നത് ഏതാണ്? ഈ ഒരു ലൂപ്പ് എടുക്കാം. ഈ ഒരു ലൂപ്പ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പ്ലസ് ടു മൈനസ് കുറയുക, I2 മൈനസ് 2I2. ഇവിടെ മൈനസ് ടു പ്ലസ് അല്ലേ, കൂടുകയാണ്. റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് I1 - I2 - 7. ഇവിടെ മൈനസ് ടു പ്ലസ്, ഡ്രോപ്പ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ മീൻസ് ഡയറക്ഷൻ എന്താ? പ്ലസ്. ഇത് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2, ഇത് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 - I2 - 7. ഇതിലോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 - I2. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുത്തരുത്. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുത്തിയാൽ ഫുൾ ആൻസർ തെറ്റും. ഓക്കെ. പ്ലസ് ടു മൈനസ് എന്താണ്? കുറയാണ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടത്തോട്ട് എത്തുകയാണ് കേട്ടോ. വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ഈ ഒരു 2 ഓം. പ്ലസ് ടു മൈനസ് എന്താ? മൈനസ് 2I2 കേട്ടോ. ഇങ്ങനെ വരികയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. മൈനസ് 2I2 മൈനസ് ടു പ്ലസ് കൂടുകയാണ്, പ്ലസ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് അല്ലെ. റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് എന്താ? I1 - I2 - 7.
ഇനി മേലത്തോട്ട് പോകുമ്പോൾ -2 പ്ലസ് പ്ലസ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. കറണ്ട് എന്താ I1 മൈനസ് I2 അല്ലേ? ഇത് ഈക്വൽ ടു 0. സോൾവ് ചെയ്യുമ്പോൾ തെറ്റരുത്. -2I2 പ്ലസ് 3I1 മൈനസ് 3I2 മൈനസ് 21 പ്ലസ് I1 മൈനസ് I2 ഇസ് ഈക്വൽ ടു 0. എല്ലാം കൂടി ഒരു ഡയറക്ഷനിലാക്കുക. അപ്പൊ എത്ര വരിക? -2 മൈനസ് 5I2 മൈനസ് 6I2 പ്ലസ് 4I1 is equal to 21 അപ്പുറത്തെ സൈഡിലോട്ട് പോയി. ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ 1, 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും? -6I2 പ്ലസ് 4I1 is equal to 21ല് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് I1 is equal to അല്ലെ, ഇക്വേഷൻ 1 നമുക്ക് പറയാൻ പറ്റും I1 is equal to 14 മൈനസ് 2I2 എന്ന് നമുക്ക് പറയാൻ പറ്റും. I1 is equal to 14 മൈനസ് 2I2 എന്ന് പറയാൻ പറ്റും. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -6I2 പ്ലസ് 4 ഇൻറ്റു I1 എത്രയാ? 14 മൈനസ് 2I2 is equal to 21. So -6I2 plus 56 minus 8I2 is equal to 21 minus 14I2 is equal to 21 minus 56 minus 35. Minus cancel out. I2 is equal to 35 by 14. അത് 5 by 2 ആണ്. 5 by 2 ആംപിയർ ആണ്. I2 5 by 2 ആണെങ്കിൽ I1 എന്താണ്? 14 minus 2 I2 ആണ് I1. 14 minus 2 into 5 by 2 9 ആംപിയർ ആണ്. നമ്മൾ നേരത്തെ ഒരു കൺവെൻഷൻ നമുക്ക് I1 കിട്ടി I2 കിട്ടി. I1 കിട്ടി I2 കിട്ടി. നമ്മളോട് 3 ഓമിന് അക്രോസ് ഉള്ളതല്ലേ ചോദിച്ചിരിക്കുന്നത്. ആ 3 ഓമിന് അക്രോസ് പോകുന്ന കറണ്ട്, ഇങ്ങനെ പോകുന്ന കറണ്ട് എത്രയാണ്? I1 മൈനസ് I2 മൈനസ് 7 ആണ്. അപ്പൊ I1 മൈനസ് I2 മൈനസ് 7 എന്താണ്? നമ്മൾ എടുത്ത ഡയറക്ഷനിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് ഫുൾ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. I1 മൈനസ് I2 മൈനസ് 7 എന്താണ്? 9 മൈനസ് 5 by 2 മൈനസ് 7. 2 മൈനസ് 5 by 2 that is equal to minus 0.5 ആംപിയർ. ഓക്കെ, അപ്പോ കറണ്ട് ത്രൂ 3 ഓം റെസിസ്റ്റർ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. കറണ്ട് ത്രൂ 3 ഓം റെസിസ്റ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിച്ച രീതി അനുസരിച്ച് I1 മൈനസ് I2 മൈനസ് 7 ആണ്. I1 കിട്ടി I2 കിട്ടി ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിൽ മൈനസ് 0.5 ആംപിയർ ആണ്. അത് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ വ്യക്തമായിട്ട് എഴുതുക. ആസ് ദ ഡയറക്ഷൻ വി ഹാവ് ടേക്കൺ ദ വാല്യൂ ഓഫ് കറണ്ട് ഇസ് മൈനസ് 0.5 ആംപിയർ. അതിനർത്ഥം നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷൻ മാറും. ഇപ്പൊ ഇങ്ങനെ 0.5 ആംപിയർ പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. ഇതും ശരിയാണ്, ഇതും ശരിയാണ് അല്ലെ? ഒരു 3 ഓം കൂടെ ഈ ഡയറക്ഷനിൽ മൈനസ് 0.5 ആംപിയർ പോകുന്നു എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? തിരിച്ച് മറ്റേ ഡയറക്ഷനിൽ 0.5 ആംപിയർ എന്നാണ്. രണ്ടും ശരിയാണ്. കറക്റ്റ് ഡയറക്ഷൻ വരച്ച് നമുക്ക് ചെയ്തത് ഈ ഒരു ഡയറക്ഷനിൽ മൈനസ് 0.5 ആംപിയർ, സിമിലർ ടു 0.5 ആംപിയർ ഇൻ അതർ ഡയറക്ഷൻ. ഇത് രണ്ടും നിങ്ങളുടെ ആൻസർ ശരിയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്ലിക്ക് ആവണം എന്നില്ല. ചിലപ്പം മെഷ് എടുക്കുമ്പോൾ മാറിപ്പോവാം. പിന്നെ മെഷ് അനാലിസിസ് വെച്ച് തന്നെ ചെയ്യണം എന്ന് അവർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ I1, I2, I3 3 അൺനോൺസ് ഉണ്ട്. നിങ്ങൾ I3 വെച്ച് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ചെയ്യുന്നത് I1, I2 മാത്രമായിട്ടാണ്. നിങ്ങൾ I3 വെച്ച് ചെയ്യുകയാണെങ്കിൽ പ്രശ്നം എന്താണ്? 3 ഇക്വേഷൻസ് വരും, 3 വേരിയബിൾസ് വരും, സോൾവ് ചെയ്യേണ്ടി വരും. എഗെയിൻ അതിന്റെ ടൈം ഒരുപാട് എടുക്കും. ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്തു വരുമ്പോൾ ഒരു 15 മാർക്ക് ക്വസ്റ്റ്യന്റെ സമയം പോകും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കെയർഫുൾ ആയിട്ട് എടുക്കണം. പറ്റുമെങ്കിൽ അങ്ങനെ വല്ലതും എടുക്കാൻ പറ്റും. ഒരു 7 ആംപിയർ കറണ്ട് സോഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് 2 ഇക്വേഷനിൽ ഒതുങ്ങിയത്. അല്ലെങ്കിൽ 3 ഇക്വേഷൻ തന്നെ വേണം. അങ്ങനത്തെ ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവസാനത്തോട്ട് വെക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വോൾട്ടേജസ് V1 and V2 in the following network using nodal analysis. നോഡൽ അനാലിസിസ് ആണ്. 5 ആംപിയർ വരുന്നു. ഇവിടെ 1 ഓം ഉണ്ട്. ഈ വോൾട്ടേജ് ആണ് V1. ഇതൊരു ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് ആണ്. ഡയമണ്ട് ഷേപ്പ് ഡിപ്പെൻഡന്റ്. ഇത് കറണ്ട് സോഴ്സിന്റെ സിമ്പിൾ ആണ്. ഈ V1 എന്താണോ അതായിരിക്കും ഇവിടെ. V1 5 വോൾട്ട് ആണെങ്കിൽ ഇത് 5 ആംപിയർ.
ഇത് V1 10 വോൾട്ട് ആണെങ്കിൽ 10 ആംപിയർ, 100 വോൾട്ട് ആണെങ്കിൽ 100 ആംപിയർ. ഓക്കെ, അതായിരിക്കും. അപ്പൊ ഇതൊരു ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. ഇനി ഇവിടെ V2 ഒരു നോഡ് ഉണ്ട്, 1 ഓം ഉണ്ട്, 2 ഓം ഉണ്ട്. ഇവിടെ ഈ I1 എന്ന് പറയുന്നത് ഈ 2 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ്. I1 എന്ന് പറയുന്നത് I1 2 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ്. ആ I1നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ് വേറെ ഉണ്ട്. ഈ I1 എന്ന് പറയുന്നത് ഈ 2I1 എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ് ആണ്. ആ I1 ഏതാണ്? ഈ I1 ആണ്. ഓക്കെ, ഫൈൻഡ് ദ വോൾട്ടേജസ് V1 and V2 in the following network using nodal analysis. നമുക്ക് രണ്ട് നോഡ്സ് ഉണ്ട്, രണ്ട് നോഡ്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ നോഡ് എടുക്കാം, V1. നോഡൽ അനാലിസിസ് അല്ലെങ്കിൽ KCL എന്താ എന്താ പറയുന്നത്? നോഡൽ അനാലിസിസ്, നോഡൽ അനാലിസിസിൽ ഇവിടെ സം ഓഫ് ദ എൻട്രിങ് കറണ്ട് ഇസ് ഈക്വൽ ടു സം ഓഫ് ലീവിംഗ് കറണ്ട്. ഈ ഒരു നോഡിനെ നോക്കുമ്പോൾ എത്ര കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്? 5 ആംപിയർ എൻ്റർ ചെയ്യുന്നുണ്ട്. I1 ലീവ് ചെയ്യാണ്, ഇത് V1 മൈനസ് 0/1, ഇത് ലീവ് ചെയ്യാണ്, ഇത് ലീവ് ചെയ്യാണ്. അപ്പോൾ ഒരു എൻട്രിങ് കറണ്ടും ഉണ്ട്, 1, 2, 3 ലീവിംഗ് കറണ്ടും ഉണ്ട്. ഈ കറണ്ട് എന്തായിരിക്കും? ഇത് ഗ്രൗണ്ട് ആണെങ്കിൽ V1/1. ഈ കറണ്ട് I1 എന്തായിരിക്കും? V1 മൈനസ് V2/2. I1 is equal to V1 minus V2/2. So nodal analysis at V1. 5 is equal to V1/1 plus V1 minus V2/2 plus V1. 5 is equal to 2V1 plus V1 minus V2/2. 5 is equal to 4V1 plus V1 minus V2/2. 10 is equal to 5V1 minus V2. Equation number 1. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട വേറൊരു കാര്യമാണ് I1 is equal to V1 minus V2/2. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ നമുക്ക് ഈ നോഡൽ അനാലിസിസ് ചെയ്തപ്പോൾ ഈ ഇക്വേഷൻ കിട്ടി. I1 is equal to V1 minus V2/2 എന്ന് നമുക്കറിയാം. ഇനി ഈ ഒരു നോഡ് എടുക്കുക, V2 എടുക്കുക. V2 നോക്കുമ്പോൾ സം ഓഫ് എൻട്രിങ് കറണ്ട് is equal to സം ഓഫ് ലീവിംഗ് കറണ്ട്. V2 നോക്കുമ്പോൾ ഏതൊക്കെ എൻട്രിങ് കറണ്ട്? V1 എൻട്രിങ് കറണ്ട് ആണ്, I1 എൻട്രിങ് കറണ്ട് ആണ്, സോറി 2I1 എൻട്രിങ് കറണ്ട് ആണ്, ലീവിംഗ് കറണ്ട് ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 കറണ്ട്സ് മൊത്തം നമ്മൾ ഡീൽ ചെയ്യാനുണ്ട്. അതിൽ 1, 2, 3 ഇൻകമിംഗ് ഉണ്ട്, ഒരു ഔട്ട് ഗോയിങ് ഉണ്ട്. അപ്പൊ നമ്മൾ നോഡൽ ഇക്വേഷൻ എങ്ങനെ എഴുതും? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? സോ ഇഫ് യു ഡു ദാറ്റ്, V1 പ്ലസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ പല രീതിയിൽ വേണമെങ്കിലും എഴുതാം കേട്ടോ. നമ്മളിപ്പോ എന്താ ചെയ്യാറ്? സം ഓഫ് ഇൻകമിംഗ് കറണ്ട് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. V1 വന്നു, 2I1 വന്നു, രണ്ട് ഇൻകമിംഗ് കറണ്ട്. വേണമെങ്കിൽ ഇത് രണ്ടും ഔട്ട് ഗോയിങ് ആയിട്ട് എഴുതാം. ഔട്ട് ഗോയിങ് ആയിട്ട് എഴുതുമ്പോൾ എന്താ കൺവെൻഷൻ? V2/1 പ്ലസ്, ഇത് ഔട്ട് ഗോയിങ് ആയിട്ട് എഴുതുകയാണെങ്കിൽ V2 മൈനസ് V1/2. അങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ എല്ലാം ഇൻകമിംഗ് ആയിട്ടും എഴുതാം. ദാറ്റ്സ് യുവർ വിഷ്. ഓക്കെ, സോ എങ്ങനെ അത് എഴുതാം? അറ്റ് V2 എന്തൊക്കെ വരുന്നേ? V1 വരുന്നു, 2I1 വരുന്നു, V1 പ്ലസ് 2I1 is equal to, പോകുന്നത് എന്താ? V2/1. ഇത് പോവുകയാണെങ്കിൽ ഈ ഡിറക്ഷനിൽ പോവുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? V2 മൈനസ് V1/2. I1 എന്ന് പറയുന്നത് എന്താണ്? I1 is equal to V1 minus V2/2. അപ്പൊ 2I1 എന്താണ്? V1 minus V2 is equal to V2 plus V2 minus V1/2. ഇത് സോൾവ് ചെയ്യുമ്പോൾ V1 plus V1 minus V2 is equal to V2 plus V2 minus V1/2. So when you solve that, V1 minus V2 is equal to 2V2 plus
V2 minus V1 by 2. 4V1 minus 2V2 is equal to 2V2 plus V1. So 5V1 is equal to 2 plus 1 3. 5V2 നമുക്ക് കിട്ടും V1 is equal to V2 എന്ന്. V1 V2 ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ എന്താ പറയുന്നത്? 5V1 minus V2 is equal to 10 എന്നാണ്. V1 ഉം V2 ഈക്വൽ ആയാൽ 5 into V1 minus V2 is equal to V1 തന്നെയല്ലേ? 4V1 is equal to 10. V1 is equal to 10 by 4, 5 by 2 volt. അത് തന്നെയാണ് V2. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. V1 is equal to V2 is equal to 5 by 2 അല്ലെങ്കിൽ 2.5 volts. കറക്റ്റ് ആയിട്ട് ചെയ്യുക. നമ്മൾ എടുക്കുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷനും ഇക്വേഷൻസിൽ കാൽക്കുലേഷൻ മിസ്റ്റേക്കും വരാതെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Determine the current through 3 ohm resistor in the network shown below using super mesh analysis. Super mesh analysis പഠിക്കണം. ഇത് സൂപ്പർ മെഷ് അനാലിസിസ് അല്ലാതെ നോഡൽ അനാലിസിസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളത് നന്നായിട്ട് ചെയ്യുന്നതുമാണ്. പക്ഷെ മെഷ് അനാലിസിസ് വെച്ച് ചെയ്താലോ? നോക്കാം. ഓക്കെ, ഡിറ്റർമൈൻ ദ കറണ്ട് ത്രൂ 3 ohm റെസിസ്റ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. 3 ohm റെസിസ്റ്റർ ഏതാണ്? ഈ ഒരു കറണ്ട് ആണ്. സൂപ്പർ മെഷ് അനാലിസിസ് എവിടെ യൂസ് ചെയ്യുക? ഇങ്ങനത്തെ ഒരു കേസിൽ നടുക്കൊരു കറണ്ട് സോഴ്സ് വരുന്നുണ്ട്. അതായത് ഇതൊരു മെഷ്, ഇതൊരു മെഷ്. ആ രണ്ട് മെഷിന്റെ നടുക്ക് ഇങ്ങനെ ഒരു കറണ്ട് സോഴ്സ് വരുന്നുണ്ടെങ്കിൽ അതാണ് സൂപ്പർ മെഷ്. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കറണ്ട് സോഴ്സ് ഇതൊരു പോർഷൻ റിമൂവ് ചെയ്യണം. സർക്യൂട്ടിന്റെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കും. ഇത് റിമൂവ് ചെയ്താൽ സർക്യൂട്ട് ഇങ്ങനെയായിരിക്കും. ഇതിലൂടെ I1 ആണ്, ഇതിലൂടെ I2 ആണ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും നമ്മൾ വിചാരിക്കുക എന്തോ അങ്ങനെയെന്നുള്ളത്. നിങ്ങളിത് ഡീറ്റെയിൽ ആയിട്ട് തിയറി ഒക്കെ പഠിച്ചതാണല്ലോ. കൂടുതലായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. റിവിഷന് വേണ്ടി പറഞ്ഞതാണ്. ഇത് ചെയ്യുമ്പോൾ വളരെ വളരെ അധികം ശ്രദ്ധിക്കാനുണ്ട്. ഒരു വലിയ മിസ്റ്റേക്ക് ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ക്വസ്റ്റനിൽ ഒരു മാറ്റവും വരുത്തിയില്ല, ഒരു മാറ്റവും വരുത്തുന്നില്ല, സെയിം ആയിട്ട് വരയ്ക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു വലിയ മിസ്റ്റേക്ക് എല്ലാവർക്കും വരാൻ ചാൻസ് ഉള്ളതുണ്ട്. സൂപ്പർ മെഷ് അനാലിസിസ് പറയുമ്പോൾ എന്താണ്? ആദ്യം ഈ നടുക്കിലെ പോർഷൻ അങ്ങ് റിമൂവ് ചെയ്യുക. ആ ഒരു സൂപ്പർ മെഷ് അങ്ങോട്ട് റിമൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് ബാക്കി എത്ര കിട്ടും? ബാക്കി പ്ലസ് മൈനസ് കിട്ടും, 5Vx കിട്ടും. ഓക്കെ, സൂപ്പർ മെഷ് അങ്ങ് റിമൂവ് ചെയ്തു. വാട്ട് ഇസ് സൂപ്പർ മെഷ്? ഈ ഒരു നടുക്കുള്ള ഈ ഒരു സംഭവമാണ് സൂപ്പർ മെഷ്. ഇങ്ങനെ നടുക്ക് കറണ്ട് സോഴ്സ് വരുമ്പോൾ ദാറ്റ് ഇസ് സൂപ്പർ മെഷ്. ദിസ് ഇസ് സൂപ്പർ മെഷ്. അല്ല, ഈ ഒരു അനാലിസിസ് ആണ് സൂപ്പർ മെഷ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന അനാലിസിസ് ആണ് സൂപ്പർ മെഷ് അനാലിസിസ്. നമ്മൾ ഇതങ്ങ് റിമൂവ് ചെയ്യും. ഈ 1 ohm റിമൂവ് ചെയ്യും, ഈ 2 ആംപിയർ റിമൂവ് ചെയ്യും. അപ്പൊ സർക്യൂട്ട് ഇങ്ങനെ ആയിരിക്കുമല്ലോ. എന്നിട്ട് നമ്മൾ പറയും സൂപ്പർ മെഷിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ക്ലോക്ക് വൈസിൽ I1 ആണ്. ശരിക്കും ഇത് രണ്ട് സെക്ഷൻ ആണ് അല്ലെ? ഇവിടെ ഒരു സെക്ഷൻ ആണ്, ഇവിടെ വേറൊരു സെക്ഷൻ ആണ്. ഇതിലൂടെ I1 ആണ്, ഇതിലൂടെ എന്താണ്? I2 ആണ്. ഓക്കെ ഓക്കെ പിന്നെ നമുക്കറിയാം, ഇത് ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. I1 ഇങ്ങനെ വരും, I2 ഇങ്ങനെ പോവും. ശരിക്കും ഒരു 2 ആംപിയർ ഉണ്ട്. നമുക്ക് KCL മീൻസ് കിർച്ചോഫ്സ് കറണ്ട് ലോ വെച്ച് പറയാം I1 plus 2 is equal to I2. നമ്മൾ എന്ത് റിമൂവ് ചെയ്താലും ഇത് ഇതല്ലാതാവുന്നില്ല. ഇതാണ് ഇവിടുത്തെ ട്രിക്ക് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ട്രിക്ക്. ഇത് എഴുതിയ ശേഷം നമ്മൾ സൂപ്പർ മെഷ് റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? സൂപ്പർ മെഷ് ആണ്, സൂപ്പർ മെഷ് അനാലിസിസ് ആണ് ചോദിച്ചത്. ഈ നടുക്കുള്ള 2 ആംപിയർ വരുന്നുണ്ട്. അപ്പൊ ഈ 1 ohm കൂടെ 2 ആംപിയർ തന്നെ ഫ്ലോ ചെയ്യാം. ദിസ് ഇസ് സൂപ്പർ മെഷ്. ജസ്റ്റ് റിമൂവ് ദ സർക്യൂട്ട് ആൻഡ് റീഡ്രോ. ഈ ഒരു പോർഷനിൽ I1 ആണ്, ഈ പോർഷനിൽ I2 ആണ്. ഇവിടെ തന്നെ നോക്കുക, 2 ആംപിയർ വരുന്നുണ്ട്. സോ I1 plus 2 is equal to I2. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ I1 ആണ്, ഇവിടെ എന്താണ്? I2 ആണ്. ഇവിടെ മുതൽ ഇവിടെ ഒരു സൂപ്പർ മെഷ് റിമൂവ്ഡ് ആണ്. ഓക്കെ, അപ്പോ I1 ആണല്ലോ, I1 ആണ്, ഇവിടെ I2 ആണ്. ഈ സെക്ഷനിൽ I2 ആണ്, ഈ സെക്ഷനിൽ I1 ആണ്. ഓക്കെ, ഇനിയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. I1 ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി വരും. സർക്യൂട്ട് കംപ്ലീറ്റ് ആവും.
ഇങ്ങനെ I1 ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഡ്രോപ്പ് എങ്ങനെയായിരിക്കും? പ്ലസ് മൈനസ് ആയിരിക്കുമല്ലോ. ആ ഡ്രോപ്പ് എന്തായിരിക്കും? 2 ohm I1. അപ്പൊ ഈ ഡ്രോപ്പ് എന്തായിരിക്കും? 2I1 ആയിരിക്കും. പ്ലസ് മൈനസ് ഈ ഡയറക്ഷനിൽ ഡ്രോപ്പ് 2I1 ആയിരിക്കും. ബിക്കോസ് നമ്മൾ എടുത്തിരിക്കുന്നത് സൂപ്പർ മെഷിൽ നമ്മൾ എടുക്കുന്നത് I1 I2 രണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം. അപ്പോൾ രണ്ടും I1 ഇങ്ങനെയാണ്, I2 ഇങ്ങനെയാണ്. നിങ്ങൾക്ക് തോന്നും ഇതെന്താ I1ഉം I2ഉം ഈക്വൽ അല്ലെന്ന്. പക്ഷെ അല്ല, ഇത് സൂപ്പർ മെഷ് അനാലിസിസ് ആണ്. I2 എന്താണ്? I1 + 2 ആണ്. ഇതിവിടെ അനാലിസിസിന് എളുപ്പത്തിന് വേണ്ടി റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോ I1 ഇങ്ങനെയാണല്ലോ ഫ്ലോ ചെയ്യുന്നത്, തർക്കമില്ലല്ലോ, ക്ലോക്ക് വൈസ് ആണല്ലോ. I1 ക്ലോക്ക് വൈസ് ആണല്ലോ, ഇങ്ങനെയാണല്ലോ. I2 ആയിട്ട് മാറി ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ വരുമല്ലോ. അപ്പൊ I1 ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നേ, ഇവിടുന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ I2 ആവും. പക്ഷെ ഇത് അപ്പുറം കിടക്കുമ്പോൾ വീണ്ടും I1 തന്നെയാവും. I1 ഇങ്ങനെ ഫ്ലോ ചെയ്യാം. 2 ohm കൂടെ I1 ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാ? താഴെ മേലോട്ടാണ്. അപ്പൊ ഡ്രോപ്പ് എങ്ങനെ വരിക? +2 മൈനസ് ആണ്. പക്ഷെ Vx എന്താണ്? ഓപ്പോസിറ്റ് ആണ്. Vx നമുക്ക് ഇവിടെയും ആവശ്യമുണ്ട്. Vx-ന്റെ ഡയറക്ഷൻ തുടരുത്. കാരണം ഇവിടെ എന്താണോ, ഇവിടെ പ്ലസ് മൈനസ് Vx. Vx -2 ആണെങ്കിൽ പ്ലസ് മൈനസ് -2 എന്തോ ആവട്ടെ, ഇവിടെ 5 × -2, ലൈക്ക് ഡയറക്ഷൻ മാറ്റരുത്. ഇങ്ങനെയാണ് സിനാരിയോ എന്ന് ഓർക്കുക കേട്ടോ. Vx അപ്പൊ എന്താണ്? ശരിക്കും വോൾട്ടേജ് ഈ ഒരു ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നെങ്കിൽ ഈ ഒരു റെസിസ്റ്റർ 2 ohm അക്രോസ് ഉള്ള ഡ്രോപ്പ് എന്താണ്? 2I1 ആണ്. ഈ ഡയറക്ഷനിൽ 2I1 ആണ്. Vx ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ. അപ്പൊ Vx എന്തായിരിക്കും? -2I1 ആയിരിക്കും. അത് നിങ്ങൾ ഒരിക്കലും മാറ്റരുത്. Vx അത് നമ്മൾ 2I1 എടുത്താൽ തീർന്നു. ഉത്തരം അപ്പം അവിടെ തെറ്റി, നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. എത്ര അറിയുന്ന ആളാണെങ്കിലും ഈ ഒരു കാര്യം വിട്ടുപോയി കഴിഞ്ഞാൽ ആൻസർ കിട്ടില്ല. ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഞാൻ വിട്ടുപോയി, അതാണ്. അപ്പോ +2 മൈനസ് എന്താ? ഇനി നമുക്ക് പോട്ടെ, ഇനി ഇങ്ങനെ കിടക്കട്ടെ. നമ്മൾ എടുത്ത ഡയറക്ഷൻ ഒന്നും നമുക്ക് മാറ്റണ്ട. Vx = -2I1 ഇക്വേഷൻ അനുസരിച്ച് എഴുതിയാൽ മതി. സർക്യൂട്ടിലെ ഡയറക്ഷൻ തൊട്ട് കളിക്കരുത്. കറണ്ട് ഒക്കെ എല്ലാം ഇങ്ങനെയാണ്. അപ്പൊ ഡ്രോപ്പ് ഈ Vx = -2I1 ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനിയിപ്പോ Vx ഒക്കെ വിട്ടോ. ഇനി നമുക്ക് ഇവിടെ ഫുൾ KVL അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താണ്? ഇവിടുന്ന് തുടങ്ങാം. ഈ 2 ohm തുടങ്ങിയിട്ട് 2 ohm എൻഡ് ചെയ്യാം. 2 ohm പോകുമ്പോ എങ്ങനെയാ? +2 മൈനസ് അല്ലേ. +2 മൈനസ് ആവുമ്പോ എന്താ? മൈനസ് വരും. ശരിക്കും ഈ ഡയറക്ഷൻ നോക്കണേ, ഈ ഡയറക്ഷൻ അല്ല. Vx-ന്റെ ഈ ഡയറക്ഷൻ എടുക്കരുത്. +2 മൈനസ്. അപ്പൊ എന്താണ്? കുറയാണ്. അപ്പോ -2I1 -4 -3I2 -5 Vx = 0. Vx -2I1 ആണ്. ഇനി ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് എടുത്തു. നമ്മുടെ I1 എങ്ങനെയാണോ I2 എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻസ് എഴുതി. I1 ശരിക്കും എങ്ങനെയാണോ, Vx നോക്കണ്ട, I1 ശരിക്കും എങ്ങനെയാണോ I2 ശരിക്കും എങ്ങനെയാണോ, ഇങ്ങനെ നമ്മൾ ഇക്വേഷൻസ് എഴുതി. അപ്പോ +2 മൈനസ് -2I1 +2 മൈനസ് -4, ഇവിടെയും +2 മൈനസ് ആവും. -3 ഇവിടെ I2 ആണ് അല്ലെ, ഇവിടെ വരെയാണ് I1 ഉള്ളത്. I2 -5 Vx = 0. ശരിക്കും Vx എന്താണ്? -2I1 ആണ്. അപ്പോ Vx-ന് അവിടെ എന്താ എഴുതുക? -4 -3I2 -5 -2I1 = 0. -2I1 -4 -3I2 +10I1 = 0. ഇനി I2 എന്താണ്? I2 എന്താണ്? I1 + 2 അല്ലേ. -2I1 -4 -3 I2 എന്താണ്? I1 + 2 ആണ്. +10I1 = 0. -2I1 -4 -3I1 -6 +10I1 = 0. ഇത് റീഅറേഞ്ച് ചെയ്താൽ -2 -3 -5 -5 + 10 5I1 5I1 -10 = 0. Okay, 5I1 = 10 കിട്ടും. I1 = 2 ആംപിയർ കിട്ടും. I2 =
I1 plus 2. 2 plus 2 4 ആംപിയർ കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആ 3 ഓം ഇല്ലേ, റൈറ്റ് സൈഡിലുള്ള 3 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് I2 അല്ലേ? അല്ലേ? ഈ സർക്യൂട്ട് രണ്ട് പോർഷൻ ആണ്. ഇവിടെ I1 ആണ്, ഇവിടെ ഒരു സൂപ്പർ മെഷ് ഉണ്ടായിരുന്നു. ഈ 3 ഓം കൂടെ ഫ്ലോ ചെയ്യുന്ന I2 അല്ലേ? കറണ്ട് ഇൻ 3 ഓം എന്താണ്? I2 ആണ്. ഇതൊക്കെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് ചോദിക്കുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് നോഡൽ അനാലിസിസ് ചെയ്താൽ ഇതിനേക്കാളും തെറ്റാതെ ഉത്തരം കിട്ടും. പക്ഷെ യൂണിവേഴ്സിറ്റി എക്സാംസിലൊക്കെ അവരിങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ടി വരും. ചെറിയ എറർ മതി, നിങ്ങൾക്ക് 4 ആംപിയർ അല്ല കിട്ടുക, വേറെ ഉത്തരം കിട്ടുക. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഇനി യൂസിങ് തെവനിൻസ് തിയറം ഫൈൻഡ് ദ കറന്റ് ത്രൂ 24 ohm resistor. Using Thevenin's theorem, find the current through 24 ohm resistor. 24 ohm resistor എന്താണ്? 24 ohm resistor ഇതൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പോലെ തോന്നുന്നുണ്ടോ? അല്ലെ, ഇതൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പോലെ തോന്നുന്നില്ലേ? ഓക്കെ, യെസ്, ഇതൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന് സിമിലർ ആണ്. ലെറ്റ്സ് സീ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്. തെവനിൻ സർക്യൂട്ട് ചെയ്യാൻ അറിയാലോ. നമ്മള് ഈ ഒരു 24 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ബേസിക്കലി ഞാനൊരു സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണ്. അതിന്റെ ഒരു റെസിസ്റ്റർ ഉണ്ട്, മേ ബി ഒരു ലോഡ് റെസിസ്റ്റർ. ഇതിന് അക്രോസ് ഉള്ള കറണ്ട് ആണ് ചോദിക്കുന്നതെങ്കിൽ, ഈ ഒരു നെറ്റ്വർക്ക് കോംപ്ലക്സ് ആണെങ്കിൽ വി ക്യാൻ റെഡ്യൂസ് ടു എ സിമ്പിൾ നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്കിൽ ജസ്റ്റ് ഒരു വി തെവനിനും ആർ തെവനിനും ആണ് ഉണ്ടാവുക. ബാക്കി നമ്മുടെ ഈ ഭാഗം തുടരുത് കേട്ടോ. നമ്മൾ ഏതൊരു റെസിസ്റ്ററിന്റെ അക്രോസ് ആണ്, ഇപ്പൊ ലോഡ് ആണെങ്കിൽ ലോഡ്, അല്ലെങ്കിൽ ഇവര് പറഞ്ഞ പോലെ 24 ഓം റെസിസ്റ്റർ ആണെങ്കിൽ ട്രീറ്റ് ദ 24 ഓം റെസിസ്റ്റർ ആസ് ലോഡ് റെസിസ്റ്റർ. നിങ്ങൾ ലോഡ് റെസിസ്റ്റർ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ 24 ഓം അങ്ങ് ട്രീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ബാക്കി ഭാഗം ഈ 24 ഓം മാറ്റി നിർത്തിയിട്ട് ഏതിൽ കൂടെയുള്ള കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്, സോ ഈ 24 ഓം കൂടെ കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ലോഡ് കറണ്ട് ചോദിക്കുന്ന പോലെ ഇതൊരു ഭാഗം, ഈ 24 ഓം സർക്യൂട്ടിന് ഒരു ഭാഗം, മറ്റേ സർക്യൂട്ടിന് വേറെ ഭാഗം. ആ മറ്റേ ഭാഗത്തിന് നമ്മളൊരു തെവനിൻ വോൾട്ടേജ് ഇൻ സീരീസിൽ തെവനിൻ റെസിസ്റ്റൻസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത്രയും പോർഷൻ, ഇത്രയും പോർഷൻ ആണ് ഈ കോംപ്ലക്സ് നെറ്റ്വർക്ക്. ഈ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഇത്രയും പോർഷൻ ആണ്. ഇനി നമ്മളോട് RL-ലൂടെയുള്ള എന്താ ചോദിച്ചിരിക്കുന്നത്? കറണ്ടാ ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് RL വരച്ചിട്ട് വി തെവനിൻ ബൈ ആർ തെവനിൻ പ്ലസ് RL അല്ലേ ഇത് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? തെവനിൻസ് ഇക്വിവാലന്റ് റെസിസ്റ്റർ ആണ്. തെവനിൻസ് ഇക്വിവാലന്റ് റെസിസ്റ്റർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്യണം. വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഡയമണ്ട് ഷേപ്പിനെ സ്ക്വയർ ആയിട്ട് വരയ്ക്കാം. ഇതിപ്പോ ഇങ്ങനെ വരച്ചാലും ഒക്കെ സെയിം അല്ലേ? കാരണം ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, അതാണ്. ഇതങ്ങ് ഡിസ്കണക്ട് ചെയ്യും. തെവനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താണ്? ഇതാണ് നമ്മുടെ സാധാരണ എപ്പോഴും റൈറ്റ് മോസ്റ്റ് സൈഡിലല്ലേ വരിക. അതുപോലെ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? തെവനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. തിരിച്ച് ഇവിടെ എന്താ വരുന്നേ? 50 ഓം വരുന്നുണ്ട്, ഇവിടെ 5 ഓം വരുന്നുണ്ട്. ഓക്കെ, വോട്ട് എവർ, ഇത് ഗ്രൗണ്ട് അല്ലേ? ശരി, ഇത് മറ്റേ ഡയമണ്ട് ഷേപ്പ് തന്നെയാണ്, ഞാൻ സ്ക്വയർ ആയിട്ട് വരച്ചു എന്ന് മാത്രം. കണ്ടോ? 30 ഓമും 20 ഓമും ഒരു മീറ്റിംഗ് പോയിന്റ് അല്ലെ? ഇതിലെന്താ 30, 20, 20 ഒക്കെ 220 അല്ലെ? ഓക്കെ, വോട്ട് എവർ. 30ഉം 20ഉം 220 ഒക്കെ ഒരൊറ്റ ഇതിൽ കിടക്കുക. അതിപ്പോ നമ്മൾ ഇങ്ങനെ വരച്ചെന്ന് മാത്രം. ഇങ്ങനെ എല്ലാ ഡയമണ്ട് ഷേപ്പിൽ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചും കൂടി സീരീസ് പാരലൽ ഒക്കെ എളുപ്പത്തിൽ മനസ്സിലാവും. അതുകൊണ്ടാണ് 30 ഓമിനെ ഒന്ന് എലോങ്ങേറ്റ് ചെയ്ത് വരച്ചത്. കണക്ഷൻ ഒക്കെ സെയിം അല്ലേ? 13, 20 തമ്മിൽ കണക്ഷൻ, 15, 5ഉം തമ്മിൽ കണക്ഷൻ, 30, 15 തമ്മിൽ കണക്ഷൻ, 25 തമ്മിൽ കണക്ഷൻ, 30യുടെയും 5ന്റെ ഇടയ്ക്ക് ഈ ഒരു റെസിസ്റ്ററിന്റെ ഗ്യാപ്പ്, 20യുടെ 5ന്റെ ഇടയ്ക്ക് മറ്റേ ഗ്യാപ്പ്, ഈ 50യുടെ അറ്റത്തു നിന്നും 30യുടെ മേൽഭാഗത്തു നിന്നും സോഴ്സ് കറക്റ്റ് ആണ്. അപ്പൊ 4 റെസിസ്റ്റർ ഉണ്ട്.
ഈ 4 റെസിസ്റ്ററിൽ ഏതൊക്കെയാണ് പാരലൽ? 30ഉം 50ഉം പാരലൽ അല്ലേ? 30 ഓമും 50 ഓമും പാരലൽ ആണ്. 20 ഓമും 5 ഓമും പാരലൽ അല്ലേ? പാരലൽ ആണോ എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ട് സൈഡിൽ നിന്നും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. 30 5 50 രണ്ട് ഇങ്ങനെയും കണക്റ്റഡ് ആണ്, ഇങ്ങനെയും കണക്ട്. അപ്പൊ 30 50 എന്താണ്? പാരലൽ ആണ്. 25 തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷനും ഉണ്ട്, ഇങ്ങനൊരു കണക്ഷനും ഉണ്ട്. ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്തത് കാരണം. അപ്പൊ 30 50 എന്താണ്? 30 50 പാരലൽ ആണ്. അല്ലേ? 30 സോറി 30 50 പാരലൽ ആണ്, 25 പാരലൽ ആണ്. അപ്പൊ 30 50 പാരലൽ മാറ്റുകഴിഞ്ഞാൽ എത്ര കിട്ടും? 30 × 50/30 + 50. അതൊരു വാല്യൂ ഉണ്ടാവും. ഇതാണ് 30 പാരലൽ 50യുടെ വാല്യൂ. 30 × 50/30 + 50. ഇവിടെ 25ഉം പാരലൽ ആയാലും നമുക്ക് ഇങ്ങനെ 20 × 5/20 + 5. അത് 20 പാരലൽ 5 ഉണ്ടാവും. ഇവിടെ നിന്ന് നമ്മുടെ എന്തുണ്ടാവും? RThevenin ഉണ്ടാവും. ഇതൊരിക്കലും മാറിപ്പോകരുത് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെ അത് മനസ്സിലാക്കണം. ഐ മീൻ ബൈ ഹാർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. 30 50 എന്താണ്? 13 15 പാരലൽ. സോ ദാറ്റ് ഇസ് ഇക്വാലന്റ് ആയിട്ട് ഇങ്ങനെ. 25 പാരലൽ. അപ്പൊ ഇക്വലന്റ് ആയിട്ട് ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ വരും. ഇത് രണ്ടും സീരീസ് അല്ലേ? ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ ഒരു പോർഷനേ ഉള്ളൂ, കാരണം ഇവിടെ RThevenin ഉണ്ട്. അപ്പൊ RThevenin എന്താണ്? 30 പാരലൽ ടു 50 പ്ലസ് 20 പാരലൽ ടു 5. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 22.75 ഓം ആണ്. കേട്ടോ? നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കാനുള്ളത്? തെവനിൻസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. തെവനിൻസ് വോൾട്ടേജ്. അപ്പൊ തെവനിൻസ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് കിട്ടി, R ഇക്വാലന്റ് കിട്ടി, വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്തു. ഇവിടുന്ന് നോക്കുമ്പോൾ 30 50 പാരലൽ ആണ്, 20 50 പാരലൽ ആണ്. ആൻഡ് ദാറ്റ് 30 പാരലൽ ടു 50 കോമ്പിനേഷൻസ് ഇൻ സീരീസ് വിത്ത് 20 പാരലൽ ടു 5 കോമ്പിനേഷൻ. അപ്പൊ നമ്മുടെ RThevenin എന്ന് പറയുന്നത് 22.75 ഓം ആണ്. ഇനി VThevenin കണ്ടുപിടിക്കണം. ഇതേപോലെ സർക്യൂട്ട് വരച്ചാൽ എളുപ്പമായിരിക്കും അല്ലെ? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഈ 24 ഓം അങ്ങോട്ട് റിമൂവ് ചെയ്യുക. ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് അല്ലെ? നോർമലി ഞാൻ ഒരുപാട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നു അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ ഇങ്ങനെ ഒരു തെവനിൻസ് ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ VOC അല്ലെങ്കിൽ VThevenin വരുന്നത്. മിക്കവാറും ഇത് ഗ്രൗണ്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ വോൾട്ടേജ് കിട്ടിയാൽ whatever ഈ വോൾട്ടേജ് X ആണെങ്കിൽ VThevenin X ആണ്, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കാം. ഈ ഫിഗർ ഞാൻ മാറ്റി വരയ്ക്കുകയാണ്. ഫിഗർ മാറ്റി വരയ്ക്കുമ്പോൾ ഇത് നമ്മൾ ഇനി ഇത് കണ്ടുപിടിച്ചത് RThevenin ആണ്. ഇത് RThevenin ആണ്. ഇനി VThevenin കണ്ടുപിടിക്കാൻ പോവാണ്. സർക്യൂട്ടിൽ ഒരു മാറ്റം വരുത്തണ്ട. 220 വോൾട്ട്, നടുക്കുള്ള റെസിസ്റ്റർ ഈ ഒരു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് VThevenin. ഇവിടെ 24 ഓം റിമൂവ് ചെയ്തിട്ട് ഈ പ്ലസ് മൈനസ് ഇതാണ് വരുന്നത്. ഇവിടെ വരുന്നത് 30 ഓം, 50 ഓം, ഇവിടെ 20 ഓം ആൻഡ് 5 ഓം. ഇങ്ങനെയാ വരുന്നത്. ഇങ്ങനെ വരുമ്പോ ഒരു വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്താണ്? വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്താണ്? അതായത് ഇവിടെ ഒരു 10 വോൾട്ട് ഉണ്ട്, രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആണ്. ഇപ്പോ ഇതൊരു 3 ഓമോ ആണ്, 2 ഓമോ ആണ്. ഇത് സീരീസ് ആണ്. സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്?
ഇതിലൂടെ സെയിം കറണ്ടാ ഫ്ലോ ചെയ്യുന്നത്. 3 ഓം കൂടെയും 2 ഓം കൂടെയും സെയിം കറണ്ടാ ഫ്ലോ ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഗ്രൗണ്ട് ആയിക്കോട്ടെ, ഇവിടെ ഗ്രൗണ്ട് ആണ്. ഈ വോൾട്ടേജ് അക്രോസ് 2 ഓം എന്ന് പറയുന്നത് V2 ഓം ആണ്. വോൾട്ടേജ് അക്രോസ് 3 ഓം എന്ന് പറയുന്നത് V3 ഓം ആണ്. അതായത് ഈ 10 is equal to V3 plus V2 ആയിരിക്കുമല്ലോ. അപ്പൊ V3 എന്താണ്? അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ പറയുന്നത് വോൾട്ടേജ് അക്രോസ് 3 ഓം റെസിസ്റ്റർ is equal to ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ആ റെസിസ്റ്റൻസ് 3/3 ടോട്ടൽ, ഇതും മറ്റേതും. അപ്പൊ നമുക്ക് 10 ഇൻറ്റു 3/5 6 വോൾട്ട് കിട്ടും. V2 എന്ന് പറഞ്ഞാൽ എന്താ? V2 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് 2 ഓം റെസിസ്റ്റർ is equal to ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു 2 തന്നെ, ഏത് റെസിസ്റ്റർ അക്രോസ് കണ്ടുപിടിക്കേണ്ടത് അത് തന്നെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് 5. അപ്പോ 20/5 4. ഇത് രണ്ടും ആഡ് ചെയ്താൽ 6ഉം 4ഉം ആഡ് ചെയ്താൽ 10 അല്ലേ കിട്ടുക. കറണ്ട് ആണെങ്കിൽ ഓപ്പോസിറ്റാ. കറണ്ട് ആണെങ്കിൽ എന്താ? കറണ്ട് ത്രൂ എ പെർട്ടിക്കുലർ ബ്രാഞ്ച് is equal to ടോട്ടൽ കറണ്ട് ഇൻറ്റു മറ്റേ ബ്രാഞ്ചിലെ ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ ഈ ബ്രാഞ്ചിലെ ഇമ്പിഡൻസ് പ്ലസ് മറ്റേ ബ്രാഞ്ചിലെ ഇമ്പിഡൻസ്. വോൾട്ടേജ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആണ്. വോൾട്ടേജ് അക്രോസ് എ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഏത് റെസിസ്റ്ററിന് അക്രോസിലെ വോൾട്ടേജ് ആണോ കണ്ടുപിടിക്കുന്നത് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇതൊക്കെ വളരെ ബേസിക്സ് ആണ്. ഇതൊന്നും പലർക്കും അറിയില്ല, അത് പലരും മറന്നു പോകും. ഈവൻ S8 S7 ഒക്കെ ആയാലും പാസ് ഔട്ട് ആയാലും ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊന്നും എല്ലാവരും മറക്കും. നമുക്കിതിവിടെ ചെയ്താലോ? ഇതേപോലെ നമുക്ക് ഇവിടെ ചെയ്തൂടെ? ഇവിടെ VA കൊടുക്കാം, ഇവിടെ VB കൊടുക്കാം. അപ്പൊ VThevenin എന്താണ്? VA മൈനസ് VB ആണ്. VThevenin എന്താണ്? VA മൈനസ് VB ആണ്. VA എന്താണ്? ഇത് ഗ്രൗണ്ട്, ഇത് ഗ്രൗണ്ട്, ഇത് ഗ്രൗണ്ട്. അപ്പൊ VA എന്താണ്? VA എന്താണ്? അപ്പൊ ഇത് മൊത്തം 220. ഇവിടെ ഗ്രൗണ്ട് ആണെങ്കിൽ ഇത് 220 വോൾട്ട് അല്ലേ? ഇതിന് അക്രോസ് 220 വോൾട്ട് അല്ലേ? അത് തന്നെ അല്ലേ? ഇതിന് അക്രോസും 220, കാരണം ഇവിടെ വേറെ റെസിസ്റ്റർ ഒന്നും ഇല്ല. ഇതിന് അക്രോസ് 220 വോൾട്ട് ആണ്, ഇതിന് അക്രോസ് 220 വോൾട്ട് ആണ്. ഇവിടെ ഇത് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഓപ്പൺ സർക്യൂട്ടഡ്. അപ്പോൾ വാട്ട് എവർ ബി 30 ഓമും 50 ഓമും സീരീസിലാണ്, ബിക്കോസ് 30 ഓം കൂടെ 50 ഓം കൂടെയും സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. കാരണം ഇതിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യാത്തത് കാരണം 30 കൂടെ 50 കൂടെയും സെയിം കറണ്ട് ആണ്. ഇതിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യാത്തത് കാരണം 20 കൂടെ 5 ഓം കൂടെ സെയിം കറണ്ട് ആണ്. അപ്പോൾ 30ഉം 50ഉം സീരീസിലാണ്, 25ഉം സീരീസിലാണ്. രണ്ടിനും അക്രോസുള്ള ടോട്ടൽ വോൾട്ടേജ് 220 വോൾട്ട്, കാരണം പാരലൽ ആണ് അല്ലേ? ഇതേ 220 വോൾട്ട് ആണ് ഇവിടെ വരുന്നത്, അതാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ ഇവിടെ റെസിസ്റ്ററോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഥ മാറും. അപ്പൊ VA എന്താണ്? ഇവിടുത്തെ അക്രോസ് എന്താണ്? VA എന്ന് പറയുന്നത് ഇതാണ്, ഈ 50 ഓമിന് അക്രോസിൽ റെസിസ്റ്റർ ആണ്. 50 ഓമിന് അക്രോസ് റെസിസ്റ്റർ എന്താണ്? ടോട്ടൽ 220 ഇൻറ്റു 50/50 പ്ലസ് 30. ഈ ഒരു ബ്രാഞ്ചിലെ ടോട്ടൽ ഇമ്പിഡൻസ് 8. VB എന്താണ്? V5 ഓം അല്ലേ? ഇവിടെയുള്ള V5 ഓം കൂടുള്ള വോൾട്ടേജ് എന്താണ്? ടോട്ടൽ 220 ഇൻറ്റു 5/25. ഇത് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് 137.5 വോൾട്ട് ആണ്, ഇവിടെ കിട്ടുന്നത് 44 വോൾട്ട് ആണ്. സോ വാട്ട് വി വിൽ ഗെറ്റ്? അപ്പോ VThevenin is equal to VA minus VB. 137.5 minus 44 is equal to 93.5 വോൾട്ട്. RThevenin നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു, 22.75 ഓം. അപ്പോ നമ്മുടെ VThevenin കിട്ടി, RThevenin കിട്ടി. നമ്മുടെ ഇവിടുത്തെ RL എന്താണ്? 24 ഓം ആണ്. സോ കറണ്ട് ത്രൂ 24 ഓം എന്താണ്? VThevenin by RThevenin plus 24. VThevenin by RThevenin plus 24. 2 ആംപിയർ ആണ് ആൻസർ വരുന്നത്. ഇത് ഈ ഒരു പ്രൊസീജിയറിൽ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് പോലത്തെ ടൈപ്പ് വരുന്ന ആ ഒരു ഷേപ്പിൽ വരുന്നതിനൊക്കെ ഈ ഒരു പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ ഗേറ്റ് പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഇതുപോലത്തെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ ഇതില് 4th മൊഡ്യൂൾ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ പോൾ സീറോ ഡയഗ്രാം ഓഫ്
I2 by I1 for the network shown in figure. നെറ്റ്വർക്കിൽ എന്താണ് I1 കറണ്ട് സോഴ്സ് ഉണ്ട്. കറണ്ട് സോഴ്സ് രണ്ട് പാർട്ടിലൂടെ പോവാണ്. ഈ ഒരു സെക്ഷൻ ഒരു കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ, 250 മൈക്രോ ഫാരഡ്. ഇവിടെ ഒരു ഇൻഡക്ടർ 10 ഹെൻറി ആണ്. ഓക്കെ, ഇൻഡക്ടറും ഉണ്ട്, 200 ഓമിന്റെ ഒരു റെസിസ്റ്ററും ഉണ്ട്. ഓക്കെ, I2 എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് കറണ്ട് ഡിവിഷൻ വെച്ച് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ, ടഫ് ക്വസ്റ്റ്യൻ ഒന്നല്ല. ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ, എല്ലുള്ള ഇൻഡക്ടർ നമ്മൾ LS ആക്കി മാറ്റും, C ഉള്ള കപ്പാസിറ്റർ നമ്മൾ 1/CS ആക്കി മാറ്റും. ഇതാണ് ഇതിന്റെ ഇമ്പിഡൻസ്. അപ്പോ ഇനി 10 എന്നുള്ള സ്ഥലത്ത് നമ്മൾ എന്തായിട്ട് മാറും, 10S ആക്കും. 250 മൈക്രോ ഫാരഡ് നമ്മൾ എന്താക്കും, 1/250 into 10 raised to minus 6 into S. 10 raised to 6 by 250 into S. 10 raised to 3 into 10 raised to 3 by 250 into S. 10 raised to 3 എന്ന് പറഞ്ഞാൽ 1000 അല്ലേ. 1000 by 250 എത്രയാ, 4. 4 into 10 raised to 3 by S, 4000 by S. നമ്മുടെ സർക്യൂട്ട് എന്താണ്, സിമ്പിൾ കറണ്ട് ഡിവിഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. I1 ടോട്ടൽ കറണ്ട് എത്രയോ ആവട്ടെ ഇതിലൂടെ പോകുന്നു. ഈ കപ്പാസിറ്ററിന്റെ ഇമ്പിഡൻസ് എന്താണ്, 4000 by S. ഇത് വേറെ പാത്ത്. ഇൻഡക്ടൻസിന്റെ ഇമ്പിഡൻസ് 10S, 20 ഓം ഒക്കെ ഇമ്പിഡൻസ് ആയി. I2 ആണ്, കറണ്ട് ഡിവിഷൻ അല്ലേ. കറണ്ട് വരുന്നു, രണ്ട് പാത്ത്. കറണ്ട് ഇവിടുന്ന് രണ്ടായിട്ട് തിരിഞ്ഞു പോവാണ്. കറണ്ട് ത്രൂ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ കറണ്ട് ഇൻറ്റു മറ്റേ ബ്രാഞ്ച്. രണ്ട് പാരലൽ ബ്രാഞ്ച് ആണ്. അപ്പൊ കറണ്ട് എപ്പോഴും, വോൾട്ടേജ് എപ്പോഴും സീരീസിനല്ലേ സ്പ്ലിറ്റ് ആവുന്നത്, കറണ്ട് എപ്പോഴും പാരലലി ആണ് സ്പ്ലിറ്റ് ആവുന്നത് അല്ലെ. ഒരു രണ്ട്, ഇപ്പൊ ഈ റെസിസ്റ്റർ രണ്ടും സീരീസിലാണെങ്കിൽ കറണ്ട് രണ്ടും കൂടെ സെയിം ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, ബിക്കോസ് സീരീസിൽ കറണ്ട് സെയിം ആണ്. പക്ഷെ പാരലൽ ആവുമ്പോൾ കറണ്ട് രണ്ടും ഡിഫറെന്റ്. അപ്പൊ ഇതൊരു പാരലൽ ബ്രാഞ്ച് ആണ്. ഇതൊരു ബ്രാഞ്ച്, കപ്പാസിറ്റർ മാത്രമുള്ള ബ്രാഞ്ച്, ഇതൊരു ബ്രാഞ്ച്. അപ്പൊ ഈ I2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാഞ്ചിലൂടെ പോകുന്ന കറണ്ട് എന്തായിരിക്കും, ടോട്ടൽ I1 ഇൻറ്റു ഇത്. I2 ൽ കൂടെ പോകുന്നത് എന്ന് പറയുന്നത് ടോട്ടൽ I1 ഇൻറ്റു മറ്റേ ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഇമ്പിഡൻസ്. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് വട്ടം ചെയ്തതല്ലേ. അപ്പൊ I2 is equal to I1 ഇൻറ്റു പോവാത്തത് ഏതാണ്, നമ്മൾ പോവാത്തത് 4000 by S ആണ്. മറ്റേത് എന്താണ്, 4000 by S plus 20 plus 10S. അപ്പൊ I2 by I1 അല്ലേ നമുക്ക് വേണ്ടത്. ഈസി ആയിട്ട് കിട്ടിയല്ലോ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. 4000 by S by 4000 plus 20S plus 10S square by S. വെട്ടിക്കഴിഞ്ഞാൽ 4000 divided by 10S square plus 20S plus 4000. ഇതാണ് നെറ്റ്വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് നെറ്റ്വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പൊ എന്തായിരുന്നു നെറ്റ്വർക്ക് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്, അതായത് നെറ്റ്വർക്ക് ഫംഗ്ഷൻ മീൻസ് വാട്ട് എവർ I2 by I1 കറന്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. I2 by I1 is equal to 4000 by 10S square plus 200S plus 4000. That is equal to 400. 10 നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് 10 എടുത്താൽ S square plus 20S plus 400. സീറോസ് എന്താണ്, സീറോസ് ഓഫ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്, ന്യൂമറേറ്റർ ഇക്വേറ്റ് ടു 0. ന്യൂമറേറ്ററിൽ S ടേം ഒന്നും ഇല്ലല്ലോ, ഒരു കോൺസ്റ്റന്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ സീറോസ് ഒന്നും ഇല്ല. പോൾസ് ഉണ്ടാവും അല്ലെ. ഡിനോമിനേറ്റർ ഇക്വേറ്റ് ടു 0 ചെയ്താൽ വിൽ ഗെറ്റ് പോൾസ്. ഇപ്പൊ ഇത് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് രണ്ട് പോൾസ് ഉണ്ട്. അപ്പോ S is equal to -b plus or minus root of b square minus 4 into 1 into 400 by minus 20 plus or minus j root of 400 minus 1600 by 2. അപ്പോ minus 20 plus or minus j വരും root of 1200 by 2.
ഇതൊന്ന് സോൾവ് ചെയ്യുക കാൽക്കുലേറ്റർ വെച്ച്. നിങ്ങൾ മാക്സിമം കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം. ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഒന്നും നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല ഇതെല്ലാം ആലോചിച്ച് ചെയ്യാനായിട്ട്. സോ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 പോൾസ് കിട്ടും. ഒന്ന് -10 പ്ലസ് J17.32. മറ്റേ പോള് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും. -10 - J17.32. അങ്ങനെയാണെങ്കിൽ പോൾ സീറോ പ്ലോട്ട് എന്തായിരിക്കും? സീറോസ് ഇല്ല. പോൾ സീറോ പ്ലോട്ട് എന്തായിരിക്കും? പോൾ സീറോ പ്ലോട്ട് ഇങ്ങനെ വരയ്ക്കുക. സിഗ്മ ജെ ഒമേഗ. ദിസ് ഇസ് എസ് പ്ലെയിൻ. സീറോ ഇല്ല, 2 പോളാണ് ഉള്ളത്. അപ്പോൾ -10 ഏകദേശം ഇവിടെ ആയിട്ട് വരും അല്ലെ. 17.32 ഇവിടെ ആയിട്ട് വരും. അപ്പൊ ഒരു പോള് -10. ഇതാണ് -10 പ്ലസ് J17.32. ഇതെന്താണ് ഇവിടെ ആയിട്ട് വരും ഒരു അടുത്ത പോള്. -10 - J ഇൻറ്റു ഏകദേശം ഞാൻ വരയ്ക്കുമ്പോൾ ഇത് ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസിൽ വരയ്ക്കണേ. എനിക്കിവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരയ്ക്കുക. അപ്പൊ 2 പോൾസ് ഉണ്ട്, ഇവിടെ ഇൻറ്റു കൊടുക്കണേ. 2 പോൾസ് ഉണ്ട്, നോ സീറോസ്. ആ 2 പോൾസിന്റെ ലൊക്കേഷൻ ഇതാണ്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. ജസ്റ്റ് എന്ത് ചെയ്യണം? കപ്പാസിറ്ററിനെ 1/CS ആക്കണം, ഇൻഡക്ടറിനെ LS ആക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റനിലെല്ലാം എങ്ങനെ ആക്കണം? I2/I1 സിമ്പിൾ കറന്റ് ഡിവിഷൻ ആണ്. നമുക്ക് എന്ത് കിട്ടും? എളുപ്പത്തിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. സീറോസ് ഇല്ല. ഇത് ഇക്വേറ്റ് ചെയ്താൽ പോൾസ് 2 പോൾസ്, അത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും. ഇത്രയാണ് ഉള്ളത്. ഇപ്പൊ ഇതിൽ കോൺഫിഡൻസ് ആയി എന്ന് വിചാരിക്കുന്നു. പക്ഷെ കോൺഫിഡൻസ് വരണമെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ആൻഡ് നോക്ക്, നമുക്ക് എല്ലാം പ്രോബ്ലംസ് ആണ് നെറ്റ്വർക്കിൽ. പിന്നെ തിയറി വരും. KCL, KVL, സൂപ്പർപൊസിഷൻ തിയറം, ആ തിയറംസ്, അതിന്റെ സ്റ്റേറ്റ്മെന്റ്, എക്സാമ്പിൾസ്, ഈ ഒരു 4th മൊഡ്യൂളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ തിയറി വരും. അത് നിങ്ങൾ മാക്സിമം സോൾവ് ചെയ്യുക. പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് നോക്കിയിട്ട് ഫസ്റ്റ് കോൺഫിഡൻസ് ഉള്ളത് സോൾവ് ചെയ്യുക. കറക്റ്റ് ഓർഡറിലൊന്നും സോൾവ് ചെയ്യണമെന്നില്ല. ഓക്കെ, നമുക്ക് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട്.